ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞുള്ളി ഇട്ടൊരു ചൂരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് 1 കിലോ ചൂര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. 150 ഗ്രാം കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ മസാലപ്പൊടികൾ എടുക്കാം. 2 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയേക്കാളും കൂടുതലാണ് എടുക്കാറ്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റാക്കി എടുക്കാം. ഇത് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. ഞാൻ ഈ സ്പൂണിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും അതിനോട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടികൾ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം മസാലപ്പൊടിയൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ചെറു ചൂടിൽ നന്നായിട്ട് അതൊന്ന് മസാലപ്പൊടികളും നന്നായിട്ടൊന്ന് മൂത്ത് വരും കേട്ടോ. നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. 5 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ചൂരമീൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഒരു മിനിറ്റ് ശേഷം തുറന്നു നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.